വാട്സപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു സ്റ്റിക്ക് വാസ് സോംബി. ഇത് നമ്മുടെ എപ്പിസോഡ് നമ്പർ 5 ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തോടെ ഈ സീരീസ് തീരും. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഇന്നത്തെ വീഡിയോ ടാർഗറ്റ് 3000 ലൈക്കാണ്. അപ്പോൾ നമുക്ക് ഫൈറ്റ് ആരംഭിക്കാം. പിടിച്ചോടാ സോംബി. ഈ സോംബീസൊക്കെ ഇപ്പോൾ ടു പവർഫുള്ളാണ് ഗൈസ്. നിങ്ങളിപ്പോൾ വലിയ കാണുമ്പോൾ മൊത്തം മനസ്സിലാവും. നോക്കിക്കോണം, ഇവന്മാർ ഫുൾ പവർഫുള്ളാണ്. പക്ഷെ നമ്മുടെ ഷോർട്ട് ഗണ്ണുള്ളതുകൊണ്ട് അത്ര ഇതില്ല. ഇപ്പോൾ നമ്മൾ ലെവൽ 1 കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ലെവൽ 10 എത്തി ഗായ്സ്. എത്ര പാടുപെട്ടിട്ടാണെന്നില്ലേ അടിച്ചടിച്ച് ഇവിടെ ഒരു സ്റ്റാറുണ്ട്. എന്തായാലും ഇവിടെ ഞാൻ ഫുൾ സ്റ്റാറിനെയും കളക്ട് ചെയ്തിട്ടുണ്ട് ഗായ്സ്. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മൊത്തം ബോംബ് എടുത്ത് നമുക്കും കിട്ടി ഗായ്സ്. ബോസിനെ തീർത്ത വേറെ സീനൊന്നുമില്ല. പക്ഷേ ഈ കണ്ട ബോസ് അനങ്ങില്ല. അവൻ്റെ ഒരടിക്ക് ഞാൻ ഇപ്പം തീറി. ബോസിനെ കൊന്നു ഗായ്സ്. എനിക്ക് ചില്ലറ എടുക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ സ്റ്റാർ മൊത്തം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തോ സംഭവിക്കണേന്ന് നോക്കാം. നമ്മളങ്ങനെ അവിടെയൊക്കെ എല്ലാം കീടാണു സോംബീസിനെല്ലാം കളഞ്ഞ് നമ്മളിനി പോകാൻ പോകുന്ന സ്ഥലം എന്തോ ഒരു അണ്ടർഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗായ്സ്. ഗോൾഡൻ മെഡൽ കിട്ടി. അപ്പോൾ സ്റ്റാർ കളക്ട് ചെയ്ത ഗോൾഡൻ മെഡൽ കിട്ടി. ഇനി അങ്ങോട്ട് നമ്മൾ പോകണേ. ഇതെന്തോ ചാപ്റ്റർ 6 അൺലോക്ക്. ഇതേത് സ്ഥലത്തോ സ്റ്റിങ്കി സുവർ. നമ്മൾ സുവറിലോട്ടാണ് പോണത് ഗായ്സ്. അതാണ് അണ്ടർഗ്രൗണ്ട് കാണിച്ചത്. ഇത് സീനായിരിക്കും. കണ്ടില്ലേ ഗായ്സ്, നമുക്ക് അതിലേക്ക് ചാടി കളിക്കാൻ പറ്റും. ഇത് നമ്മൾ ലിവറൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. എന്തായാലും നമുക്ക് തുടക്കം തന്നെ ഒന്ന് അപ്ഗ്രേഡൊക്കെ ചെയ്ത് വച്ചേക്കാം. എന്നാലല്ലേ ഗായ്സ് നമുക്കിനി തുടർന്ന് നല്ല ശക്തമായിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം സോംബീസ് ഇപ്പം നല്ല പവർഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇത് അപ്ഗ്രേഡ് ചെയ്ത് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെന്തായാലും ഇപ്പോൾ നമുക്ക് എത്ര ഇടിയിടിച്ചാലും പെട്ടെന്ന് ആക്കത്തില്ല. ഇതെന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോയി നിങ്ങളുടെ ഓരോ ലൈക്കാണ് എൻ്റെ മോട്ടിവേഷൻ പവർ ഉള്ളത്. തുടക്കം തന്നെ ഷോർട്ട് ഗൺ കിട്ടി. പിന്നെ നമ്മുടെ കയ്യിൽ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു കാര്യം. അത് ഞാൻ കുറേ അപ്ഗ്രേഡ് ചെയ്തു ഞാൻ ഇന്നലെ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് പറ്റി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തോക്കണം. സോംബീസ് ടു പവർഫുള്ളാണ്. എന്തായാലും ഞാൻ ഇവിടെ വെറുതെ കളിച്ചോണ്ടിരിക്കുക. സോംബീസ് അവിടെ വെറുതെ നടന്നുകൊണ്ടിരിക്കുമോ കൊണ്ടോ. ഒരു ഛർദ്ദിക്കണ സോംബീസൊക്കെ ഇപ്പോൾ വന്നു. അവന്മാരിപ്പോൾ ഭയങ്കര പവർഫുള്ളാണ്. ആദ്യമേ ഉണ്ട് അവന്മാർ, പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. കണ്ടോ, എന്നെ കൂട്ടത്തോടെ വന്നാണ് ആക്രമിക്കുന്നത്. എന്തായാലും ഗായ്സ്, അപ്പം നമ്മളിങ്ങനെ പോയി ഫൈനലി നമ്മൾ 10ാമത്തെ ലെവലിലോട്ട് എത്തി ഗായ്സ്. ഈ 10ാമത്തെ ലെവൽ മീൻസ് ഈ സിവറിൻ്റെ 10ാമത്തെ ലെവൽ. പക്ഷേ ഞാൻ അവന്മാരെ അടിച്ചെങ്കിലും പക്ഷേ ആ ബോസിന് അത്രയ്ക്ക് പവർ ഇപ്പലുമില്ല. പക്ഷേ അവന്മാരുടെ കൂടെ ഉള്ളതാണ്. ആദ്യം നമുക്ക് ബോസിനെ അങ്ങ് അടിച്ചിട്ടാൽ നമുക്ക് പെട്ടെന്ന് അവന്മാർ ഓട്ടോമാറ്റിക്കായിട്ട് പവർലെസ് ആവും. അതായത് ഈ പ്രാവശ്യം ഞാൻ എല്ലാം കോയിൻസ് എടുത്തിട്ടുണ്ട് ഗൈസ്. കാരണം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, കോയിൻസ് ഇല്ലാതെ കളിയൊന്നും നടക്കത്തില്ല. അതായത് നമുക്ക് എന്തായാലും ഈ ബുള്ളറ്റ് മൊത്തം തീർക്കാം. പാർട്ടി എന്തായാലും എല്ലാം നമുക്ക് പൊട്ടിച്ച് കളയാം ഗൈസ്. പാർട്ടി ഉണ്ട് സിവറിൻ്റെ. ഈ സിവറിൽ സൂപ്പർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ അതിലേ പോയി ഇതിലേക്ക് ഇറങ്ങി വരും. എന്തായാലും ഇനി നമുക്ക് മെഡലെടുക്കാം. നമ്മളങ്ങനെ പിന്നെ ഞാൻ ഒരു കാര്യം, സ്റ്റാർ ഇപ്രാവശ്യം എനിക്കെല്ലാം കിട്ടിയില്ല. എന്തായാലും ഞാൻ ഒരു തവണ അവിടെ വെച്ച് ഡെഡായിരുന്നു. ഞാൻ പിന്നെ വീണ്ടും സെൽഫ് റിവൈവ് ചെയ്തിട്ട് ഇനി അവിടെ സിവറിൽ നിന്നല്ല നമ്മൾ സോംബീസിനെയും തുരത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം ഗായ്സ്. നെക്സ്റ്റ് ഏരിയ ഇനി എവിടെയാണ്? സിറ്റി ഓൺ ഫയർ. ചാപ്റ്റർ 7 സിറ്റി ഓൺ ഫയർ ആണ് ഗായ്സ്. എന്തായാലും ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഹായ് സാറ് ശരിക്കും ഞാനാണ്. ഇതെൻ്റെ ഫ്രണ്ട്സാണ് അവിടെ നിൽക്കുന്നത്, കമാൻഡേഴ്സ്. പക്ഷെ അവന്മാരൊന്നും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. എല്ലാം പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഞാൻ ആദ്യം വിചാരിച്ച ഇവന്മാരൊക്കെ എന്നെ രക്ഷിക്കാൻ വരും, സഹായിക്കുന്നത്. ഇവന്മാരൊക്കെ ഡമ്മിക്ക് ഓരോ സാധനങ്ങൾ തരുന്ന ആൾക്കാർ. വാള കിട്ടി, വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ നമുക്ക് വേറെന്തെങ്കിലും ബസൂക്ക സൂപ്പർ സാധനം, അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തേക്കണം. ബസൂക്ക ഉണ്ടെങ്കിൽ ആ നീല സോംബിയെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ബോംബൊക്കെ എറിഞ്ഞാലേ വിധിച്ചുള്ളൂ. ഇനിയും കുറേ സാധനങ്ങൾ അൺലോക്ക് ആവാനുണ്ട് ഗൈസ്. വഴിയെ നമുക്കറിയാം. നമ്മുടെ ഷോർട്ട് ഗൺ എണ്ണം വന്നു. ഇപ്പോൾ എനിക്ക് ഷോർട്ട് ഗണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടം. ഇതും കൂടെ കല്ല് മനുഷ്യനാണ്.
ഓ ഇവൻ്റെ പവർ എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും താഴെ വെച്ചൊന്ന് അറ്റാക്ക് ചെയ്യാം. കൊള്ളാം, 3 വെടി കഴിക്കണം. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ബോസിൻ്റെ ലെവലിൽ വീണ്ടും എത്തിക്കായി. പക്ഷേ ഇവന് ഭയങ്കര പവറാണ്. ബോസിനും ഇപ്പോൾ പവർ കൂടിക്കാണും കായി. എനിക്കറിയത്തില്ല ഒന്നിനെയൊക്കെയാണെങ്കിൽ. ബോസിനെ കണ്ടില്ലല്ലോ ഇതുവരെ, വന്നില്ലെന്ന് തോന്നുന്നു ബോസ്. അതോ ചായയൊക്കെ കുടിച്ചിട്ട് വയ്യേ വരുവുള്ളൂ. ബോസേ പൊളിച്ച്. അയ്യോ ബോസ്, അയ്യോ എൻ്റെ ഈ പറക്കണ സാധനമുള്ളത് നന്നായി. ജെറ്റ് ആ തോക്ക് ഇനി നമുക്ക് സീനില്ല കാര്യം. ചെവന്മാരെല്ലാം വെടിയേറ്റ് കൊല്ലുമ്പോഴത്തേക്ക് സമയം തോക്കിൻ്റെ ബുള്ളറ്റും തീരും, എല്ലാം തീർന്നുണ്ട്. മറ്റേ തോക്ക് അവിടെ വന്നായിരുന്നുണ്ട്. ഓ ഇവനെ ബോംബിട്ടാലും ഒരു ബസ്സൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഇത് തീർത്ത് കൊല്ലാൻ. കിട്ടി, പറഞ്ഞതേ ഉള്ളൂ. യവന്മാരെയൊക്കെ എത്ര വെടി വയ്ക്കണം. കാരണം യവന്മാർ ഫുൾ പവർഫുള്ളാണ് കാര്യം. അപ്പോൾ യവന്മാരിങ്ങനെയാണെങ്കിൽ യവന്മാരെ ബോസ് ഇപ്പം എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചു? യവന്മാരെ ബോസ് എങ്ങനെയായിരിക്കും? 2 ഭാഗത്ത് 4 പേര് ചാടി ചാടി പോകുന്നു. ചാടി ഈ ചാടാൻ മാത്രമേ പറ്റുള്ളൂ. ബുള്ളറ്റൊന്നും ഇല്ല. ഇപ്പോൾ ഒരു വെടി വെച്ചപ്പോൾ തീരും ബുള്ളറ്റ്. ഒരു വെടി തീർന്നു കേട്ടോ ബോസ്. എന്തായാലും കോയിൻ മൊത്തം കളക്ട് ചെയ്തിട്ട് ഇനി ഞാൻ മെഡൽ എടുക്കുന്നുള്ളൂ. ഇങ്ങോട്ട് വാ കോയിനെ. അയ്യോ ഡെഡായാലും ഞാനും ഇപ്പം. എനിക്ക് ഒട്ടും ഹെൽത്തില്ല ഗൈസ്, കണ്ടില്ലേ? ചില്ല മൊത്തം കോയിൻ മൊത്തം ഡിസ്അപ്പിയർഡാവും. എന്തായാലും നോക്കട്ട്. ന്യൂ ചാപ്റ്റർ അൺലോക്ക്. അപ്പം നമ്മൾ അവിടെയൊക്കെ തീയിട്ടൊക്കെ സോംബീസിനെ നശിപ്പിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എല്ലാവരെയും സുരക്ഷിതയാക്കി. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം ഗായ്സ്. ഇനി എവിടെ? ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. ഹോസ്പിറ്റൽ ഓഫ് ക്യൂർ. ഇനി അടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ ഗായ്സ്. ഇനി ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെയൊക്കെ രക്ഷിക്കണം. ഞാൻ ഇപ്പം മിലിറ്ററിക്കാരനായി ഗായ്സ്, കണ്ടില്ലേ? ഡോക്ടർമാർക്കൊക്കെ സിമ്പിളാണ്. ഈ ഡോക്ടർമാർക്ക് എന്തോ ഇഞ്ചക്ഷൻ എടുത്താൽ പോലും. ഇനി അവരെ ഞാൻ പോയി രക്ഷിക്കണം. എന്ത് പറയാനാ ഗായ്സ്, ഞങ്ങൾക്കറിയാലോ ഞാൻ വലിയ ഹീറോ ആയി പോയില്ലേ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്തോടോ ഒരു കുട്ടി മനുഷ്യൻ റോബോ? ഇതാരടാ? ഹലോ റോബോ, ഇതൊക്കെ ഉണ്ട്. ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സൗണ്ട് കേൾക്കും. അയ്യോ ഇതിൻ്റെ 2 വെടിക്കാൻ ചത്ത. അപ്പോൾ അത്ര സീനൊന്നുമില്ല ഗൈസ്, മണ്ടാനാ. അങ്ങനെ നമ്മൾ പോയി. ഇതിൻ്റെ പ്രത്യേകത ബോംബ് പോലെ പൊട്ടിത്തെറിക്കും ഗൈസ്. എന്തായാലും അതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് ഇപ്പോൾ ബോസിൻ്റെ അടുത്തെത്തി. ഈ തോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നമ്മൾ നിർത്താതെ വെടിവെച്ച ബോസിനെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. എന്തായാലും നമ്മൾ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാവരും പറയുന്ന ഇത് ഈ മൊത്തത്തിൽ 8 എണ്ണേ ഉള്ളൂ, ബാക്കി ഇതുവരെ അൺലോക്ക് ആയിട്ടില്ലെന്ന്, കമ്മിങ് സൂൺ ആണെന്നൊക്കെ. അപ്പോൾ ഞാനൊന്ന് നോക്കാം. ഇതെന്തായാലും ഫൈനൽ ചാപ്റ്റർ ആയിരുന്നു. എന്തായാലും നോക്കട്ടെ ഗായ്സ്. എന്തായാലും ഇവിടെ ഒന്നും കോയിനൊന്നും ഇല്ല. എന്തായാലും ഇനി എന്തായാലും പാർട്ടി ഉണ്ട് ഗായ്സ്. എല്ലാം ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നോക്കാം. എന്തായാലും ഇതെല്ലാം നമുക്ക് പാർട്ടി വെച്ച് പൊട്ടിക്കാം. ഇനി നമുക്ക് ഇത് വെച്ച് എൻ്റെ അണ്ണൻ നോർമൽ മോഡ്. ഇനി ഹാർഡ് മോഡ് ഇതാണ് ഗൈസ്, ഹൈ സ്കോർ മോഡ്. അതത്ര സീനൊന്നുമില്ല. എന്തായാലും സീസൺ 1 കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മളെല്ലാം സോംബീസിനെ അവിടെ നിന്ന് തുരത്തിയിട്ടുണ്ട് ഗായ്സ്, കണ്ടില്ലേ? എൻ്റെ കൂടെ ഒരു ഏജൻറ്റ് പോലത്തെ എന്തുകൊണ്ടല്ലോ ഒരു തൊപ്പി വെച്ച്. ഇതാണ് ഗൈസ് നമ്മളെ ഹെലികോപ്റ്ററിൽ പോണത്. അപ്പോൾ എല്ലാവരെയും നമ്മൾ നശിപ്പിച്ചു, എല്ലാ സോംബീസിനെയും. അപ്പോൾ നമ്മൾ പത്രവാർത്ത ഇറ്റ്സ് നോട്ട് ഫിനിഷ് എ ചലഞ്ച്. ഇനി ഹാർഡ് ലെവലുണ്ട്, ഹൈ സ്കോർ ലെവൽ. ഞാൻ പറഞ്ഞില്ലേ ഹൈ സ്കോർ ലെവലിൽ നിന്ന്. അപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ചാപ്റ്റർ. അപ്പോൾ സോ ഗായ്സ്, അങ്ങനെ നമ്മൾ സ്റ്റിക്ക് വാസ് സോംബിയുടെ എല്ലാം സീരീസും അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിട്ടാണ് നമ്മൾ ഇവിടെ അവസാനിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഇടുക. ടാറ്റ.